Hey guys, welcome back to Vandi Malayalam and welcome to the walk around of the Hero Glamour Classic model. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ ആർക്കാണെങ്കിലും മനസ്സിലാവും ഇത് നമ്മുടെ ഗ്ലാമർ ആണെന്നുള്ള ആ ഒരു ഐക്കോണിക് ഡിസൈനാണ് ഈ ഒരു ഗ്ലാമർ ക്ലാസിക്കിന് ഹീറോ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് പോരാ, കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് വേണമെന്ന് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുന്നത് അവിടെ എക്സ്ട്രാ മോഡൽ ഇരിപ്പുണ്ട്. എന്നാലും ഈ ഒരു മോഡലിലും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഹീറോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എഞ്ചിനിൽ നിന്ന് തുടങ്ങാം. ഒരു 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 4-stroke എഞ്ചിനാണ്. 10.7 bhp പവറും അതുപോലെ തന്നെ 10.6 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഹീറോയുടെ തന്നെ പ്രോഗ്രാംഡ് FI സിസ്റ്റം വരുന്ന ഒരു എഞ്ചിനാണ്. അതേപോലെ തന്നെ ഹീറോയുടെ i3S ടെക്നോളജിയും ഈ ഒരു എഞ്ചിനകത്തുണ്ട്. കൂടുതൽ മൈലേജിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എഞ്ചിൻ റിഫൈൻമെൻറ്റും ഒക്കെ തന്നെയായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് നമുക്ക് വരുന്നത്. ടാങ്കിൽ നമുക്ക് ഗ്ലാമറിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ ലോങ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെൽ പാഡഡ് സീറ്റാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലീസിനൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇതിൽ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ലേഡീസിനെയൊക്കെ കയറ്റാനായിട്ട് നിങ്ങൾ ചിന്തിക്കുക വേണ്ട, വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ പുറകിലൊക്കെ ഇരിക്കാൻ സാധിക്കുന്നതാണ്. ഡ്യുവൽ പെയിൻറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ടാങ്കിൻ്റെ ഇതിലേക്ക് കൂടുതൽ ബ്ലാക്കും ടെയിലിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലൂവിലേക്ക് മാറുന്ന ഒരു ഗ്രേഡിയൻ കൈൻഡ് ഓഫ് കളറാണ് ഈ ഒരു വാഹനത്തിന് ഹീറോ കൊടുത്തിരിക്കുന്നത്. കൂടെ നമുക്ക് ഇവിടെ ഒരു ക്രോം ഇൻസേർട്ടും ഇവിടെ ഒരു ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാണാനായിട്ട് അടിപൊളിയാണ്. ഈ ഒരു വണ്ടിയിൽ നല്ല ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ട്രാവൽ ഏകദേശം 130 mm വരും. അതുപോലെ തന്നെ 80 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ, 80/100 ട്യൂബ്ലെസ് വീൽസാണ്. അതേപോലെ തന്നെ സ്പ്ലിറ്റ് 5 സ്പോക്ക് അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സൈഡിൽ നിന്ന് കാണാനായിട്ട് അടിപൊളിയാണ് ഗൈസ്, കണ്ടോ. അതുപോലെ അങ്ങേ സൈഡിൽ നമുക്ക് 240 mm ഒരു ഡിസ്ക് ബ്രേക്കും 3-port ബൈബറിയുടെ ബ്രേക്കിംഗ് സിസ്റ്റവും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബ്രേക്കിംഗ് കുറച്ചും കൂടെ ബെറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുമ്പോഴത്തേക്ക്. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ആണ്. അതേപോലെ തന്നെ 123 kg ഈ ഒരു വാഹനത്തിന് ആ ഒരു ആവറേജ് വെയിറ്റും വരുന്നുള്ളൂ. സോ നല്ല ലൈറ്റ് മോട്ടോർ സൈക്കിളാണ്. ബിഗിനേഴ്സിനും ഫാമിലി യൂസിനും ഒക്കെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത്. ബാക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ 5-step പ്രീലോ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. ഡബിൾ സൈഡ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. ആ റെഡ് കളർ സ്പ്രിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല രീതിക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അതുപോലെ ബാക്കിൽ നമുക്ക് 100/80 സെക്ഷൻ്റെ ടയറാണ് വരുന്നത്. ട്യൂബ്ലെസ് ആണ്. അതേപോലെ തന്നെ 130 mm ഡ്രം ബ്രേക്ക് ബാക്കിൽ വരുന്നുണ്ട്. ലൈറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഹാലജനാണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ്. ബാക്ക് നമുക്ക് H ഷേപ്ഡ് ആയിട്ടുള്ള LED ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓണാക്കി കാണിച്ചു തരാം. ഓണാക്കുമ്പോൾ മീറ്റർ കൺസോളിൽ നിങ്ങളൊന്ന് കണ്ടോ. ഇതാണ് നമ്മുടെ ഗ്ലാമറിൻ്റെ പുതിയ ഡിജിറ്റൽ മീറ്റർ കൺസോൾ. ബേസിക് ഇൻഫർമേഷൻസ് ആണ് വരുന്നത്, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ടെയിൽ ലാമ്പ് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ ടെയിൽ ലാമ്പ് ഓഫ് ദിസ് മോട്ടോർ സൈക്കിൾ. നമ്മളിത് ബ്രേക്ക് പിടിക്കണം, കത്താം. ഓക്കെ ഗൈസ്, ബ്രേക്ക് ലാമ്പ് കത്തുന്നില്ല, എന്തോ കണക്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. അതേപോലെ തന്നെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡോ മീറ്റർ വരുന്നുണ്ട്. ഇവിടെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ട്രിപ്പ് AB കാണാൻ സാധിക്കും. ഓഡോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഈ ഒരു മീറ്ററിൽ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് വാണിംഗ് ലാംപ്സ് എല്ലാം ഉണ്ട്. ഇവിടെ നൈസ് ഒരു ബ്ലൂ കളറുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ബ്ലൂ ബാക്ക് ലൈറ്റിലൂടെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വന്നിരിക്കുന്നത്. നൈസ് ആയിട്ടുള്ള മിറേഴ്സ് ഒക്കെയാണ് ഡിസൈനുകളുടെ മിററിൻ്റെ ഒരു പ്രീമിയം ടച്ച് കൊടുക്കാനായിട്ടാണ് അങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഡ്രം ബ്രേക്കിലും ഡിസ്ക് ബ്രേക്കിലും നമുക്ക് ഹീറോ ഗ്ലാമർ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഡ്രം ബ്രേക്കാണ് ഇരിക്കുന്നത്. രണ്ടിലും വില ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ 3 കളർ ഓപ്ഷൻസിൽ ഇത് അവൈലബിൾ ആണ്. ഇതെൻ്റെ ഒരു ബ്ലൂ കളറാണ്. ഇനിയും 2 കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹീറോ ഗ്ലാമറിൻ്റെ ഒരു ഇനിഷ്യൽ വോക്ക് അറൗണ്ട് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേസിൽ കുറച്ചും കൂടെ ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ നമുക്ക് i3S ടെക്നോളജി, അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പവർ സ്റ്റാർട്ട് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പാസ് വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് ലോ ബീം ആൻഡ് ഹൈ ബീം വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഹോൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കാണിച്ചിരുന്നത് ക്ലാസിക് ഗ്ലാമർ ഡിസൈൻ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചയമുള്ളൊരു ഡിസൈനാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ എന്നെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഹീറോ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഒരുപാട് പേരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നേരത്തെ ഉണ്ടായിരുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ആരുടെ കയ്യിലായിരുന്നു ആ വണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് പ്രൈസ് നോക്കാം. അപ്പോൾ ഗ്ലാമർ ക്ലാസിക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഡിസ്ക് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 1,10,159 രൂപയാണ് ഓൺ റോഡ് പത്തനംതിട്ട വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രം വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 97,939 രൂപയാണ്. സോ നിങ്ങൾക്ക് ഗ്ലാമർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ 1 lakh ഈ വണ്ടി കിട്ടും. ഈവൻ 110 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല പ്രൈസിങ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടർ ബൈക്സിനൊക്കെ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു പ്രൈസിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ നിൽക്കുന്നത് BH ഹീറോ പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ തന്നെ ഹീറോ 2.0 ലേഔട്ടിൽ വരുന്ന ഷോറൂമുകളിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ഷോറൂമാണ് ഈ കാണുന്ന BH ഹീറോ പത്തനംതിട്ട എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഹീറോ ബൈക്സ് ആൻഡ് സ്കൂട്ടേഴ്സിൻ്റെ സെയിൽസ് ആൻഡ് സർവീസ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഹീറോ വാഹനം നേരിട്ട് കണ്ട് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്തെങ്കിലും എൻക്വയറീസ് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാമർ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് ഈ ഗ്ലാമറിൻ്റെ യൂസർ സൈഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്ലാമർ ഫാൻസ് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. കാരണം ഇതൊന്നും ഒരു ഐക്കോണിക് സ്പ്ലെൻഡറൊക്കെ പോലെ തന്നെ ഒരു ഐക്കോണിക് ഹീറോ മോട്ടോർ സൈക്കിളാണ് ഗ്ലാമർ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛൻ്റെയിലോ മാമൻ്റെയിലോ ചേട്ടൻ്റെയിലോ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഹീറോ ഗ്ലാമർ എന്ന് പറയുന്നൊരു മോഡൽ എന്നെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു കാണണം. അപ്പം അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാനോട് കാണുമ്പോൾ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട് ഗൈസ്.